ഹലോ തുടരും. ഓക്കെ, നട്ടപ്പാതിര വീഡിയോ. നട്ടപ്പാതിരയ്ക്കല്ല വരുന്നത്, എന്നാലും ഇത് നട്ടപ്പാതിര വീഡിയോ ആയിട്ട് കൂട്ടുക. കാരണം ഞാൻ ട്രാവലിങ്ങിലാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ശ്രദ്ധിച്ചാൽ മതി, ഇന്ത്യ പാക് റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല. വാണ്ടഡ്ലി ചെയ്യാതിരുന്നതാണ്. കാരണം നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓബിയസ്ലി ഇപ്പോൾ എല്ലാവർക്കും ന്യൂസ് ചാനൽസാണ്, സോഷ്യൽ മീഡിയയാണ്. ഇഷ്ടം പോലെ വായ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കീമിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇവന്മാരിത് എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഞാൻ എന്തിന് വൊമിറ്റ് ചെയ്യണം, ആവശ്യമില്ല എനിക്ക്. അപ്പം നമുക്ക് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കറക്റ്റായിട്ട് തരുന്നത് മീഡിയ ബ്രീഫിങ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനുശേഷം ഈ മീഡിയാസ് ബ്രേക്ക് ചെയ്യുന്ന ഇവന്മാർ ഈ മോട്ടറിൻ്റെ സമയത്ത് സൈറൻ അടിക്കുന്നു പറഞ്ഞ പോലെ ഇവന്മാരെ ന്യൂസിനിടയിലാണ് ഇപ്പോൾ സൈറൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ചാനലുകൾ വാർ റിപ്പോർട്ടിങ്ങിൽ വി ആർ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ റാങ്കൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി മറ്റോടത്തെ പരിപാടി കാണിച്ചു. ഓക്കെ, പിന്നെ ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഗൂഗിൾ ലെൻസ് എടുക്കണം, എക്സ് പോകണം. ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇവന്മാർ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവന്മാർ നല്ല ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞു ഗവൺമെൻറ് സോഴ്സുകളും പിന്നെ ഇതേപോലത്തെ ബ്രീഫിങ്ങും ഓക്കെ നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള മീഡിയ ബ്രീഫിങ്ങും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നു. ഇപ്പോൾ നട്ടപ്പാതിര വീഡിയോയിൽ ഞാൻ ഇന്ത്യ പാക് ടോപ്പിക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം ഇപ്പം എല്ലാവരും സീസ് ഫയറിനെ കുറിച്ച് അറിഞ്ഞു കാണും. ഓക്കെ, ഡൊണാൾഡ് ട്രംപ് ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങുകയാണ്. ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്ക് മീഡിയേറ്റഡ് ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഐ ആം pleased to announce that India and Pakistan have agreed to a full and immediate ceasefire. Congratulations to both countries on using common sense and great intelligence. Thank you for your attention to this matter. അപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് ഈ ലോകത്തിൻ്റെ പിതാവ് എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആദ്യം തന്നെ മൂപ്പര് ഈ സാധനം കയറിയിട്ടത്. അല്ലെങ്കിൽ ഇതിന് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം, ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുന്ന ആളുകളോടാണ്. ഞാൻ യുദ്ധം പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഈ സീസ് ഫയർ കണ്ട സമയത്ത് തോന്നിയൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. ഷിറ്റ് മാൻ, ഇന്ത്യ ഹാവ് മിസ്ഡ് a big time success on പാക്കിനെ അങ്ങോട്ട് വെട്ടിമുറിച്ച് ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കിട്ടിയൊരു ടൈമാണിത്. ഞാനിതെന്തെങ്ങനെ തുറന്നു പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളെ കഴുത്തിൽ കാലാകാലമായിട്ടിരിക്കുന്ന ഒരുമാതിരി വാളാണ്, മനസ്സിലായോ? പലരും പറയും അവിടെ പാവപ്പെട്ടവരില്ലേ, സിവിലിയൻസിലെ. നമ്മളെ നാട്ടിൻ്റെ മുകളിൽ ഇവന്മാർ കള്ളന്മാരാടേ, ഇവന്മാർ നുണയന്മാരാണ് ഇവന്മാർ, മനസ്സിലായോ? ഇവന്മാർ കള്ളന്മാരും നുണയന്മാരും ചതിയന്മാരുമാണ്. സീസ് ഫയറും പറഞ്ഞിട്ട് ഇപ്പോഴും അവന്മാർ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. നീ ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ പറയും അത് ഞങ്ങളല്ലേ. പിന്നെ പാകിസ്ഥാൻ്റെ അവസ്ഥ എല്ലാവർക്കും പറയാം, അവിടെ ഗവൺമെൻറ് ഒരു വഴിക്ക് പട്ടാളം വേറെ വഴിക്കാണ്, മനസ്സിലായോ? ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല, അതാദ്യം മനസ്സിലാക്കണം. എത്രയോ എക്സ്പീരിയൻസ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. നീ ചോദിച്ചു ചെല്ലുമ്പോൾ എന്താ പറയുക, സീസ് ഫയറൊക്കെ ഉണ്ടായി, എന്നാലും ചോദിച്ചു ചെല്ലുമ്പോൾ പറയുക ഞങ്ങളല്ലേ, വേറെ ഏതോ ടീം, പുതിയ ഏതോ ഭീകരവാദികൾ വന്ന് പൊട്ടിച്ചാന്ന് പറയും. അപ്പം അങ്ങനത്തെ ഉഡായിപ്പ് നമ്പർ 1 ടീമുകളാണ് ഇവന്മാർ. ഇപ്പം കണ്ട് ഡൊണാൾഡ് ട്രംപ് വന്നു, പോസ്റ്റ് ഇട്ടു, അതിൻ്റെ മുകളിലെല്ലാം തീർന്നു എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. 2-3 ദിവസം ഇവന്മാരെ നിരീക്ഷിച്ച് ഇവന്മാരെ എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി നോക്കാതെ വിഡ്രോ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളുടെ തുടക്കം വരുന്നത് ഇന്ന് രാവിലെ. അതായത് ഇന്ത്യ ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാക്കിന്. ഇനിയുണ്ടാകുന്ന ഭീകരാക്രമണത്തെ തുറന്ന യുദ്ധമായി കണക്കാക്കി നേരിടും. അപ്പോൾ ഇവിടെ ഒരു മീഡിയേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ തെളിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതാരാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച സമയത്താണ് ഇന്നിപ്പോൾ ട്രംപിൻ്റെ പോസ്റ്റ് വന്നപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലാരിറ്റി ചെയ്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയത്, എന്തൊക്കെയാണ് നടത്തിയെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മീഡിയ ബ്രീഫിംഗ് വരുന്നു.
മീഡിയ ബ്രീഫിംഗ് വന്ന സമയത്ത് തന്നെ വിക്രം മിശ്ര വന്നിട്ട് പറയുന്നുണ്ട് 5 മണി മുതൽ സീസ് ഫയർ പ്രാബല്യത്തിൽ വന്നു, 12-ന് വീണ്ടും ചർച്ച. ഓക്കെ, ഇന്ത്യ പാക് വെടി നിർത്തലാണെന്ന് പറഞ്ഞിട്ട് വരുന്നു. അത് അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും അവരുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് വരികയാണ്. പാക് ആൻഡ് ഇന്ത്യ ഹാവ് അഗ്രീഡ് ഫോർ സീസ് ഫയർ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരും അത് കൺഫേം ചെയ്യാണ്. ഫൈൻ. അപ്പോൾ ഈ ഒരു ഹാപ്പനിങ് ഒക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ ഒരു സെയിം വേവ് ലെങ്ത്തുള്ള ആരെങ്കിലും ഉണ്ടോ, എൻ്റെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങളും അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ ഉള്ള ആരെങ്കിലും മീഡിയാസിൽ എവിടെയെങ്കിലും വന്ന് ഡിബേറ്റിനകത്ത് ഇരിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കോമൻറ്റ് ബോക്സിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിൻ്റെയൊക്കെ താഴെ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്താണ് ഐ ഹാവ് ഫൗണ്ട് വൺ പേഴ്സൺ. ഓക്കെ, രഘുനാഥ് നായർ എന്നാണ് അയാളുടെ പേര്. സർ ആളെന്ന് വിളിച്ചാൽ സോറി. അദ്ദേഹം എയർഫോഴ്സ് മുൻ ഉദ്യോഗസ്ഥനാണ്. സോ രഘുനാഥ് നായർ സാറ് മാതൃഭൂമിയിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒമർ അബ്ദുള്ളനെ എക്സ്പോസ്റ്റ്, ഓക്കെ മേ ബി ഐ തിങ്ക് എക്സ്പോസ്റ്റ് തന്നെയാണ് തോന്നുന്നു. വാട്ട് ഹാപ്പൻ ടു ദ സീസ് ഫയർ, സ്റ്റിൽ എക്സ്പ്ലോഷൻ ഹേർഡ് അക്രോസ് ശ്രീനഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ശ്രീനഗറിലും ബാരാമുള്ളയിലൊക്കെ ബ്ലാക്ക് ഔട്ട് സിറ്റുവേഷൻസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒരു എന്താ പറയുക വെടിനിർത്തലിലേക്ക് എത്തി എന്നുള്ളത് കുറച്ച് വിശ്വസിക്കാൻ സീനാണ്. പക്ഷേ രാജ്യം പറയുമ്പോൾ വിശ്വസിച്ചേ പറ്റൂ. ശിവന്മാർ കാലാകാലങ്ങളായിട്ട് പറച്ചിലൊന്നും ചെയ്ത് വേറെയാണ്. ഓക്കെ, അത് ബല ഡാഡീസിന് പറഞ്ഞ കളികളാണ് ഇവന്മാർ കളിക്കാറ്. എന്താണെങ്കിലും ഈ രഘുനാഥ് നായർ സർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ശ്രീ അഭിലാഷ്, എനിക്കിതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേക്ക് ഉണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാന് കാശിന് വേണ്ടിയിട്ട് അവരുടെ മിലിറ്ററിയുടെ സ്റ്റോക്കിലുണ്ടായിരുന്ന ആർട്ടിലറി ഷെല്ലുകളെല്ലാം കൊണ്ട് യുക്രൈന് വിറ്റ് കാശ് മേടിച്ചു. ഇവരുടെ കയ്യിൽ ഒരു കുന്തവുമില്ല, 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിലറി ഷെല്ല് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്നുള്ളത് നമ്മളെല്ലാവരും പലയിടത്തു നിന്നായിട്ട് കണ്ടതും കേട്ടതും അറിഞ്ഞതുമാണ്. ഒരാഴ്ച യുദ്ധം ചെയ്യാനുള്ള ഫ്യോൽ ഇവരുടെ കയ്യിലില്ല. എന്നിട്ട് പാകിസ്ഥാൻ എന്ന ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ യുദ്ധം നിർത്താനാണെങ്കിൽ വൈ ഡിഡ് യു സ്റ്റാർട്ട് ഇറ്റ്? എന്തിനാ ഇപ്പം കുറേ സിവിലിയൻസിനെ കൊല്ലാൻ പോയത്? 26 പേര് പോയി, അതുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. ഇപ്പം പിന്നെ കുറേ സിവിലിയൻസിനെ കൊന്നിട്ട് ഇത് വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കാം, പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോരി 17 പ്രാവശ്യം ആക്രമിച്ചു. പൃഥ്വിരാജ് ചൗഹാൻ 17 പ്രാവശ്യം അയാളെ തോപ്പിച്ചു, എന്നിട്ട് വെറുതെ വിട്ടു. 17ാമത്തെ പ്രാവശ്യം മുഹമ്മദ് ഗോരി പൃഥ്വിരാജ് ചൗഹാനെ കൊന്നു. കറക്റ്റ് എക്സാമ്പിൾ വെച്ചിട്ടല്ലേ പറഞ്ഞേ. പൃഥ്വിരാജ് ചൗഹാനെയും മുഹമ്മദ് ഗോരിയുടെ അതേ സെയിം അവസ്ഥയല്ലേ ഇന്ത്യ പാക്കുമായിട്ടുള്ളത്. എത്ര വട്ടം നമ്മൾ ഇവന്മാരെ ഇതേപോലെ വെറുതെ വിടും? അവന്മാരൊരു ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇവന്മാരെ വെറുതെ വിടേണ്ട കാര്യമുണ്ടോ? US ഇടപെടുന്നു എന്ന് പറയുന്നു, അവർക്ക് IMF ഫണ്ട് കിട്ടുന്നു. അവന്മാർ ടർക്കിയുടെ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നു, തുരുതുര അടിക്കുന്നു. ഓക്കെ, നമ്മളൊരു സ്ട്രാറ്റജി വെച്ച് മുന്നോട്ട് പോകുന്നു, നമുക്ക് ആ സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. നമ്മൾ അവന്മാരുടെ ആ ഒരു ഭീകരതയുടെ ഫേസ് മൊത്തം എടുത്ത് കളയാനാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, നമ്മളങ്ങനെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല, നമ്മളതാണ് നമ്മളുടെ പാറ്റേൺ. ഓക്കെ ഫൈൻ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് തിരിച്ച് എന്താണ് അവിടുന്ന് കിട്ടുന്നത്? പാസഞ്ചർ ഫ്ലൈറ്റുകൾ വരെ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ഒരുമാതിരി രണ്ടാന്തര യുദ്ധ തന്ത്രം എടുത്ത ഈ തെണ്ടികൾ, ഇവന്മാരുടെ ഈ വെടിനിർത്തൽ പരിപാടി നമ്മൾ വിശ്വസിച്ച് ഇവന്മാരെ അടിക്കാൻ പറ്റിയ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പെർട്ടിക്കുലർ രാജ്യം നമ്മളെ കഴുത്തിൽ എന്നൊരു കത്തി പോലെ കിടക്കുക. മനസ്സിലായോ? നമ്മളെന്താന്ന് കാണിക്കാൻ പറ്റിയ ടൈമായിരുന്നു അത് കാണിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, കാലാകാലങ്ങളായിട്ട് നമ്മളെ മണ്ണിലേക്ക് ഇവന്മാർ അഴിച്ചു വിടുന്ന ഈ ഭീകരത, ഇവന്മാർ ഫണ്ട് ചെയ്ത് വരുന്ന ഈ ഭീകരത, ഇത് ഇനി അല്ലെങ്കിൽ ഇവന്മാരത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു പറയണം, ഇനി ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഭീകരതയും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളെ നാട്ടിൽ ഭീകരത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുറന്നു കൊടുക്കും, ഇന്ത്യക്ക് ഞങ്ങളുടെ നാടിൻ്റെ ഗേറ്റ് വന്ന് അടിച്ചിട്ട് പോയിക്കോന്നുള്ളത്. ഇങ്ങനൊരു സാധനം മേടിക്കേണ്ടിയിരുന്നു.
ഒരു ഉറപ്പ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ. അത് ഈ ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും നല്ല സിറ്റുവേഷൻ. ഇപ്പോൾ ഈ സാറ് ചോദിച്ച പോലെ നമുക്ക് 26 പേര് പോയി, ഇപ്പോൾ കുറേ പേര് പോയി. നമ്മുടെ എത്ര ആംസ് ആൻഡ് അമ്യൂണീഷൻസ് നമ്മൾ എന്ത് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇവന്മാരെ ഈ തെണ്ണിപ്പിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്തു. അപ്പം ഇവന്മാർ മറ്റേ എന്തോ ഈ കുരുത്തം കുട്ട കുട്ടികളെ പോലെ ഇങ്ങനെ നടക്കും. നമ്മൾ നല്ലൊരു മാഷ്, നമ്മൾ ഇവന്മാരെങ്ങനെ നേരെ വാ എന്ന് പറഞ്ഞ് തട്ടി കൊണ്ടുപോകും. ഇതാണോ നമ്മളിങ്ങനെ ഇവന്മാരെങ്ങനെ നേരെ വിട്ടോ ഇങ്ങനെ തട്ടി വിട്ടാൽ മതിയോ? എത്ര പറഞ്ഞിട്ടും നന്നാവാത്തൊന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒന്ന് നമ്മളെ കഴുത്തിൽ തന്നെ കത്തി വെക്കണമെന്നുള്ള സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമുക്ക് സർവൈവലും എക്സിസ്റ്റൻസും ഇല്ലേ. ഈ തലമുറ, ഇനി വരും തലമുറ, എത്ര തലമുറകൾ വരും, ഇവന്മാരും അവിടെ ഇങ്ങനെ നമ്മളെ കഴുത്തിൽ വാളും വെച്ച് നിൽക്കുക കാലാകാലം. എനിക്കെന്തോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇതായി തോന്നുന്നുണ്ട്. 71 യുദ്ധം നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ ആർമി ചീഫ് ഇന്ദിരാഗാന്ധിയോട് കാല് പിടിച്ച് പറഞ്ഞു, എനിക്ക് ഒരു ദിവസം കൂടെ തരാൻ, ഒരു ദിവസം കൂടെ തരാൻ പറഞ്ഞു. കൊടുത്തോ? കൊടുത്തില്ല. 93,000 സൈനികരെ ഇവിടെ തുറുങ്കിലടച്ചവരെ മുഴുവൻ കൊന്നുകളയുന്നതിന് പകരം റിലീസ് ചെയ്തു. എന്നിട്ട് ഇന്ത്യയുടെ പട്ടാളക്കാരെ മുഴുവൻ അവിടെ തന്നെ ഇട്ടു. അവർ നരകിച്ച് പുഴുത്തല്ലേ ചത്തത്. ആ വാക്കുപയോഗിച്ചാലും ക്ഷമിക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയാം, ഈ ട്രംപ് ഇതിനകത്തെല്ലാം പറഞ്ഞു ശരി, എല്ലാം നല്ല കാര്യം. 4 വർഷം ഇനി ഇല്ലല്ലോ ട്രംപിന്. ട്രംപ് മാറും, പുതിയൊരു ബൈഡനോ കമലയോ ആരെങ്കിലും വരും. അമേരിക്കയുടെ പോളിസി നേരെ ദോശ മറിച്ചിട്ട പോലെ തിരിയില്ലേ? തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എഗ്രിമെൻറ്റിന് എന്ത് വാല്യൂ ഉള്ളത്? ഇനി അത് തന്നെയല്ല, പാകിസ്ഥാൻ്റെ ഭരണകൂടം മാറില്ലേ? നമുക്ക് നമ്മുടെ മുമ്പിൽ എത്ര അനുഭവങ്ങളാണ് അഭിലാഷ. 2008 നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പട്ടാളക്കാരെയെല്ലാം പിടിച്ചോണ്ട് പോയിട്ട് ബോർഡറിലിട്ട് തല വെട്ടി കണ്ടിച്ചേച്ച് അവർ അവിടെ ഇട്ട് ഫുട്ബോൾ കളിച്ചില്ലേ? ആ ഫുട്ബോൾ കളിച്ചു, അതെല്ലാം നമ്മൾ ക്ഷമിച്ചില്ലേ? അത് കഴിഞ്ഞ് ഉറി അറ്റാക്ക് ഉണ്ടാകുന്നു, പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്നു, പഠാൻകോട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെല്ലാം ചെറിയ രീതിയിൽ നമ്മൾ കൊച്ചുകുട്ടികളുടെ ചെവിക്ക് പിടിക്കുന്ന പോലെ ഒന്ന് പിടിച്ച് കറക്കിയിട്ട് നമ്മൾ ക്ഷമിച്ചില്ലേ, വിട്ടില്ലേ? എന്നിട്ട് പാകിസ്ഥാൻ നന്നായോ? ഇനി നന്നാകുമെന്ന് എന്താ പ്രതീക്ഷ? നേരത്തെ ശ്രീ മോഹൻ തോമസ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ വെറും പഞ്ചാബ് മാത്രമായിട്ട് ഒതുങ്ങുമെന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സൗദി അറേബ്യയും അമേരിക്കയും പാകിസ്ഥാനും എല്ലാവരും കയറി ഇടപെടുന്നത്. ആ ഒരു അവസ്ഥയിലല്ലായിരുന്നോ നമുക്ക് അവരെ വേണ്ടത്? 5 or 6 കഷ്ണങ്ങളായിട്ട് പാകിസ്ഥാനെ മുറിച്ചിട്ട് ഈ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ നമ്മൾ ഭൂട്ടാനെയും അഫ്ഗാനിസ്ഥാനെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തിയിട്ട് ഈ പഞ്ചാബ് എന്ന് പറയുന്ന ഏറ്റവും കൊനഷ്ട് പിടിച്ച ആ ഒരു പ്രദേശത്തിനെ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുത്തിയിട്ട് ഈ പ്രശ്നം എന്നത്തേക്കായിട്ടും പരിഹരിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു ഇത്. ചൈനയുടെ ആയുധങ്ങളുടെ ഫേസ് സേവ് ചെയ്യാനോ നമുക്ക് ആരുടെയെങ്കിലും ഫേസ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ? ട്രംപ് റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു, നടന്നില്ല. ഇസ്രായേലിൻ്റെ യുദ്ധം നിർത്താമെന്ന് പറഞ്ഞു, നടന്നില്ല. എന്നിട്ട് ട്രംപിൻ്റെ ഫേസ് സേവ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇന്ന് വരെ നമ്മൾ പറയുന്നു ഒരു മീഡിയേഷൻ സമ്മതിക്കുന്നില്ല കാശ്മീർ പ്രശ്നത്തിൽ. ഇത് നമ്മൾ മീഡിയേഷൻ അനുവദിച്ചു എന്നുള്ളതിൻ്റെ തുല്യം തന്നെയാണ്. എക്സാക്ട്ലി ദ പോയിന്റ്സ് എൻ്റെ മനസ്സിൽ തോന്നിയത് സെയിം പോയിന്റ്. അതായത് ഇവന്മാരെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. കഷ്ണാക്കി മുറിച്ച് ന്യൂട്രലൈസ് ചെയ്ത് വിടാൻ പറ്റിയ സമയമാണ് ഇന്ത്യൻ്റെ. നമ്മൾ എന്തായാലും ഇത്രയും ചെയ്തു. നമുക്കൊരു കുറച്ച് ദിവസം കൂടി നമ്മൾ ഇവന്മാർക്ക് ഇട്ടിട്ടുള്ള ഒരു അടി കൃത്യമായി അടിച്ചിട്ടുണ്ടെങ്കിലോ ഇവന്മാർ തീർന്നു പോയേനെ. ഇവന്മാർക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവന്മാർ തീർന്നു പോകും. അത് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അത് നടന്നില്ല. ഓക്കെ, നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ റീസൺ എന്താ എങ്ങനെയാണെന്നുള്ളതിനൊക്കെ പല രീതിയിലുള്ള തോട്ട് പ്രോസസ്സ് പലർക്കും തോന്നാം. പലർക്കും ഇതിനകത്തുള്ള പൊളിറ്റിക്സിനെ കുറിച്ച് പറയാനുണ്ടാവും, പലർക്കും ഇതിനകത്തുള്ള പല കാര്യങ്ങളും പറയാനും ഡിസ്കസ് ചെയ്യാനും ഉണ്ടാവും. ഇനി അതൊക്കെ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും ദിവസം പലരെയും പൊക്കി പറഞ്ഞതും അല്ലെങ്കിൽ പലതും പിടിച്ച് പറഞ്ഞ മീഡിയാസ് തന്നെ പല ചോദ്യങ്ങളും പല കാര്യങ്ങളുമായിട്ട് വരും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ ചോദ്യങ്ങൾ വരാൻ കാരണം ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ഈ സിറ്റുവേഷൻ, അതായത് ഒരു മീഡിയേഷൻ കൊണ്ടൊന്ന് വെച്ച് ഇത് ഇപ്പം തീർത്തു, നാളെയും തീർക്കും, മറ്റന്നാളും തീർക്കും, അല്ലെങ്കിൽ ഇനി വരുന്ന എല്ലാ എന്തിനാ അതിൻ്റെ ആവശ്യം എന്താണുള്ളത്? അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്കിത് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വരും. സമാധാനം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. APJ അബ്ദുൽ കലാം ആയിരുന്നു നമുക്ക് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBMs വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അന്ന് സർക്കാർ ചോദിച്ചു, കലാമേ നമുക്ക് ആ പടം ഒരു ശത്രു ഉള്ളത് പാകിസ്ഥാനാണ്,
ഒരു 1000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പ്രശ്നമല്ലല്ലോ. അന്ന് ചൈനയുമായിട്ട് നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ലെന്നായിരുന്നു നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം APJ അബ്ദുൽ കലാം പറഞ്ഞത് എത്രയധികം നമുക്ക് സൈനികമായിട്ട് നമ്മൾ ശക്തരാണോ, എത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള മിസൈൽ നമ്മുടെ കയ്യിലുണ്ടോ, എത്രയധികം ന്യൂക്ലിയർ പവർ നമ്മുടെ കയ്യിലുണ്ടോ, അത്രയധികം ഇൻ്റർനാഷണൽ മാറ്റേഴ്സിൽ ഇന്ത്യക്ക് ബാർഗെയിനിങ് പവർ കൂടും. ഇന്ന് നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ചൈനയും പാകിസ്ഥാനും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലേ 2.5 ഫ്രണ്ട് 2.5 ഫ്രണ്ട് വാറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഇതിനു മുമ്പ് നമ്മുടെ ഡിഫൻസ് ചീഫ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇന്ന് ഇത്രയില്ലാത്ത ഒരു പാകിസ്ഥാൻ വന്ന് കണ്ണൂരിട്ടിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് തന്നെയാണോ എന്നറിയില്ല, ആരോ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഇന്ത്യ എന്ന് പറഞ്ഞു. അതോ ശ്രീ മോഹൻ തോമസ് ആണോ എനിക്ക് ഓർമ്മയില്ല. ആരായാലും ഞാൻ പറയുന്ന എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇറ്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജ് ഇന്ത്യ, ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് പാകിസ്ഥാൻ. പക്ഷെ അവര് വെച്ച കല്ലിന് നമ്മൾ തേങ്ങ അവിടെ പക്ഷേ ശ്രീ രഘുനാഥ് നായരുള്ള പ്രശ്നം ഒന്ന്, ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനാണ്. ആ ആക്ഷനെ കുറിച്ച് ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ എന്നുള്ളതാണ്. അന്ന് വിക്രം മിശ്രി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഡിറ്റർ ചെയ്യാനും പ്രിയംപ്റ്റ് ചെയ്യാനും പാകിസ്ഥാന്റെ ടെറർ ലോഞ്ച് പാഡുകളിൽ നിന്നുള്ള ആക്രമണത്തിന് ഒരു ഡിറ്ററൻസ് അതാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ അറ്റാക്കേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഇത് എങ്ങനെ നീണ്ടുപോയെന്ന് ചോദിച്ചാൽ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം വന്നു, അപ്പോൾ വീണ്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നു, വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം വന്നു, വീണ്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നു. ഇതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇനി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇന്ത്യയുടെ ആദ്യത്തെ പൊസിഷനിൽ തന്നെയല്ലേ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഇതൊരു ഫുട്ബോൾ മാച്ചാണോ? ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചു, അപ്പോൾ നമ്മൾ തിരിച്ച് ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു, പിന്നെ ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചു, പിന്നെ ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു, അവസാനം സമനിലയിൽ പിരിഞ്ഞു. അങ്ങനെയാണോ നമുക്കിത് കാണേണ്ടത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന എന്നും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പറയുന്നു കാശ്മീരാണ് ഞങ്ങളുടെ പ്രശ്നം, കാശ്മീർ ഇന്ത്യയുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നമുണ്ടാകും. പിന്നെ ഇപ്പോൾ പാകിസ്ഥാനിലെ പൊളിറ്റീഷ്യൻസുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന പോലെയല്ല, പാകിസ്ഥാൻ ഭരിക്കുന്ന മിലിറ്ററി ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി വേറെ ഒരു തീവ്രവാദി മിലിറ്ററി ചീഫായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ഈ നുഴഞ്ഞു കയറ്റവും ആക്രമണവും എല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായിട്ട് നമ്മൾ പരിഗണിക്കുമെന്ന്. ഈ ആക്രമണത്തിനെ എന്തുകൊണ്ട് യുദ്ധമായിട്ട് പരിഗണിച്ചുകൂടാ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. എക്സാക്ട് പോയിന്റ് ആണ് അങ്ങേര് പറഞ്ഞത്. ഇതൊരു മറ്റേ ഏതെങ്കിലും ഒരു ഗെയിമല്ല, ഒന്നും ഇങ്ങോട്ടും ഒന്നും അങ്ങോട്ട് എന്നുള്ളത് നമ്പർ 1. നെക്സ്റ്റ് തിങ്, ഇവന്മാർ ഈ പറഞ്ഞ ഇവന്മാരുടെ വിശ്വാസ്യത ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്തിന് കളയണം? നമ്മുടെ രാജ്യം അത് എന്തിന് കളയണം? അവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ അവന്മാർ ഇങ്ങനത്തെ പല അടവ് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അടവ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അവിടെ സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. പല പ്രഖ്യാപനവും വന്നു, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ എന്നാണ് കേൾക്കുന്നത്. അപ്പം എന്താ അറിയോ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് അതേപോലെ തന്നെ എൻടോസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് എൻടോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസി, ഒരു വേവ് ലെങ്ത്തിലിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും ഇതെന്താടാ ഇവ ഇങ്ങനെ യുദ്ധം പ്രൊമോട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത്. ബ്ലഡി ഇവന്മാരെ ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മളെ മണ്ണിലേക്ക് ഇവന്മാരുടെ ഈ ഭീകരത കൊണ്ടുവരരുത്. ഇല്ലെങ്കിൽ ഇങ്ങനെ മാറി വരുന്ന ഗവൺമെൻറ്സും മാറി വരുന്ന വ്യക്തികളും, പാക്ക് അങ്ങനെയാണ്, അവർക്ക് വ്യക്തികളുടെ അനുസരിച്ചിട്ടാണ്, അവരുടെ പട്ടാളത്തലവനായിട്ട് വരുന്ന വ്യക്തിയുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ തോട്ട് പ്രോസസ്സും അയാളുടെ രാഷ്ട്രീയം അയാളുടെ മതം അങ്ങനെയൊക്കെയാണ് അവർ വേറെ രാജ്യത്തിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ത്യയെ പോലെ അല്ല. അപ്പം നമുക്ക് എന്ത് ഉറപ്പാണുള്ളത്? ആദ്യം അടിച്ച് താഴിട്ട് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അവന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 2. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ലോകത്തിൽ എത്രയോ ഭാഗങ്ങളിൽ എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലെവിടെയാണ് ഒരു ഒഫീഷ്യൽ വാർ ഡിക്ലറേഷൻ വന്നിട്ടുള്ളത്, ഒരു യുദ്ധപ്രഖ്യാപനം? റഷ്യയുടെ യുദ്ധത്തിൽ, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വന്നിട്ടുണ്ടോ? ഇസ്രായേലും മറ്റുള്ള ഹമാസുകളും ഹൂത്തികളും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തിൽ ഡിക്ലറേഷൻ വന്നിട്ടുണ്ടോ? വാർ ഡിക്ലറേഷൻ വന്നിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഒഫീഷ്യൽ വാർ ഡിക്ലറേഷൻ, വി ആർ അറ്റ് വാർ എന്നൊരു ഡിക്ലറേഷൻ ഇപ്പം നടക്കുന്നില്ല എങ്ങും. അപ്പോൾ ഇതിൻ്റെ എസ്കലേഷനെ നമുക്കപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ നമ്മൾ എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഇന്ത്യ ചെയ്തത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇപ്പൊ ഇന്ത്യയുടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ ഉള്ള ഒരു മിലിറ്ററി ആക്ഷൻ ആയിട്ടല്ല, ഒരു മിലിറ്ററി ടാർഗറ്റും ഇന്ത്യയുടെ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് ടെററിസം ലോഞ്ച് പാഡുകൾ, ടെററിസ്റ്റുകളുടെ ഹൈഡ് ഔട്ടുകൾ, ഇത് മാത്രമാണ് ലക്ഷ്യം വെച്ചത്. അത് പാകിസ്ഥാന്റെ ടെറിട്ടറിയിലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷനെയും ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഒരു സൈനിക നീക്കം എന്നതിനെ പറയാൻ കഴിയില്ല. അതാണ് വിക്രം മിശ്രി വിശദീകരിച്ചത്. ഇത് ടെററിസത്തിനെതിരെയുള്ള ഞങ്ങളുടെ ഡിറ്ററന്റ് ആണ് എന്ന്. അത് നടന്നു. അതിനുശേഷം പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചു, അപ്പോൾ അതിന് മറുപടി കൊടുത്തു. അപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇത് എസ്കലേറ്റ് ചെയ്യില്ല എന്ന് ലോകത്തിന് കൊടുത്തുള്ള വാക്കല്ലേ. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ ആയ രാജ്യമാണ്. അത് ഇന്ന് രാവിലെ എസ് ജയശങ്കർ ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ ലോകത്തോട് ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പൊസിഷൻ തുടർന്നു. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ ലോകത്തിനോട് ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം ഇന്ത്യ കാണിക്കുമ്പോൾ ലോകത്തിന് ഇന്ത്യയോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു യു എൻ തന്നെ ഇന്ത്യ റിട്ടാലിയേറ്റ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സമാധാനം വേണമെന്ന് പറഞ്ഞു, അതിനകത്ത് ഇടപെട്ടു. അതേസമയത്ത് ഇവിടെ 26 പേരെ മതം ചോദിച്ച് തുണി പൊക്കി നോക്കിയിട്ട് വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അന്ന് യു എനിൽ ഇടപെടണ്ടായിരുന്നു. ഈ ലോകത്തിന് അത് നമ്മുടെ അതേ വിദേശകാര്യമന്ത്രി ജയശങ്കർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്പിൻ്റെ പ്രോബ്ലം ലോകത്തിൻ്റെ പ്രശ്നമാണ്, ലോകത്തിൻ്റെ പ്രശ്നം യൂറോപ്പിൻ്റെ പ്രോബ്ലം അല്ല എന്ന്. അപ്പോൾ ആ ഒരു നിലപാടിൽ ലോകം നിൽക്കുമ്പോൾ നമ്മൾ എന്തിനെ മൈൻഡ് ചെയ്യണത്? ഈ ഒരു ചാൻസിൽ ഞാൻ പറയാം, നമുക്കൊരു 10 ദിവസം കൂടെ പോരായിരുന്നു. ഇതിനെ 10-12 കഷ്ണമായിട്ട് മുറിച്ചങ്ങ് വിട്ടുകൊടുക്കണം. ഒരു ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കഷ്ണം, പഷ്തൂണിന് വേറൊരു കഷ്ണം, വേണേൽ അഫ്ഗാനിസ്ഥാൻ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് വേറൊരു കഷ്ണം, പിന്നെ POK മറിച്ചു മാറ്റി അത് വേറൊരു കഷ്ണം ആക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നല്ലോ. ഒരു കാരണവശാലും പാകിസ്ഥാൻ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് എടുക്കത്തില്ല. അപ്പം ഞാനൊരു മുൻ സൈനികൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, ഒരു പക്ഷേ എൻ്റെ ഒരു തോന്നലാണ്, ഞാൻ ഇന്ന് ഫോഴ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങേയറ്റം ഡീമോറലൈസ്ഡ് ആയനെ. ഇത്രയും വലിയ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ട് തീർച്ചയായിട്ടും ഇതൊരു കഷ്ടമായി പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. 1971 മണ്ടത്തരം കാണിച്ചു. പൃഥ്വിരാജ് ചൗഹാൻ 17 പ്രാവശ്യം മണ്ടത്തരം കാണിച്ചു. ഇപ്പോഴും നമ്മൾ അത് തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വെള്ളരിപ്രാവായിട്ട് ലോകസമാധാനത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് നിന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അരി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുള്ള രാജ്യമാണിത്. അപ്പം നമുക്കെന്ത് നേടി, നമ്മളെന്ത് നേടി, വാട്ട് വി അച്ചീവ്ഡ്? ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഷോയിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു? വാട്ട് ഒബ്ജക്റ്റീവ് വി ഹാവ് അച്ചീവ്ഡ്? ഇപ്പോൾ സാർ സംസാരിച്ച കാര്യങ്ങൾ ഫ്രം ദ ഹാർട്ടാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഫോഴ്സിലുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, അതേപോലെ ഫോഴ്സിലുള്ള പലരും ഇന്ന് ഇതേ തോന്നൽ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? പിന്നെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ എന്താണ് മാതൃകയായിട്ട് വയ്ക്കുന്നത്? നമ്മൾ ഈ പൊക്കിപ്പിടിക്കുന്ന ആദർശം, പൊക്കിപ്പിടിക്കുന്ന ഈ ഹ്യൂമാനിറ്റി, പൊക്കിപ്പിടിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവർ തിരിച്ച് നമുക്ക് തരുന്നുണ്ടോ? നമ്മുടെ കാര്യം വരുമ്പോൾ ഇവന്മാരുടെയൊക്കെ അവസ്ഥ എന്താ? അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ഇവന്മാരെ, ഞാൻ പറയുമ്പോൾ വെച്ച് ഉറപ്പിക്കരുത്. ഈ കാട്ടുകള്ളന്മാരെ വിട്ടാൻ പാടില്ല, അവരെ തുരത്തി അടിക്കണം. അവന്മാരെ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോഴും ഗവൺമെൻറ് ഒഫീഷ്യൽസ് പറയുന്നു, അത് വിശ്വസിക്കുന്നു ഇരിക്കുന്നു. ബട്ട് എൻ്റെ മനസ്സിലും എൻ്റെ ഇന്നർ തോട്ട്സിനകത്തും ഇവന്മാരെ എനിക്ക് ഒരണും അവിടെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു 3-4 ദിവസം ഇവന്മാരെ എന്ത് ചെയ്യും എന്നുള്ളത് നോക്കി, ഇവന്മാരെ പ്ലാൻ എന്താ, ഇവന്മാരെന്താ കാണിക്കാൻ പോണേ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വിഡ്രോ ചെയ്യാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിലും വലിയ ചതിയന്മാർ വേറെ ഇല്ല. അത്രയും നമ്പർ 1 തീട്ടങ്ങളാണ് ഏറ്റവും.